എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്ലെയിനുകളെ കുറിച്ചൊക്കെ പഠിച്ചു. എന്താണ് പ്രൊജക്ഷൻ എന്ന് പഠിച്ചു, ഏതൊക്കെ ടൈപ്പ് പ്രൊജക്ഷൻ ഉണ്ടെന്ന് പഠിച്ചു. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ പഠിക്കുന്ന രണ്ട് പ്രൊജക്ഷൻ നമ്മൾ മൾട്ടി വ്യൂ പ്രൊജക്ഷൻ പറഞ്ഞു. മൾട്ടി വ്യൂ പ്രൊജക്ഷനിൽ രണ്ട് പ്രൊജക്ഷൻ നമ്മൾ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനും തേർഡ് ആംഗിൾ പ്രൊജക്ഷനും. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ക്ലാസ്സുകളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നോട്ട്സൊക്കെ നിങ്ങൾ ഈ സ്ലൈഡ്സ് നോക്കി എഴുതി വെച്ചിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ പുതിയ ഗ്രൂപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ അസൈൻമെൻ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അസൈൻമെൻ്റ് ഒക്കെ പറയണത് ആ ഗ്രൂപ്പുകളിൽ നിങ്ങൾ ഷെയർ ചെയ്യണം. ഇനി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി അടുത്തൊരു ക്ലാസ്സിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ മെത്തേഡ്. എന്താണ് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ മെത്തേഡ്? എങ്ങനെയാണ് ഈ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ മെത്തേഡ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുക? ഓക്കെ, അപ്പോൾ ആദ്യം ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ഈ ഒരു ഫ്രെയിം എന്താണ്, എച്ച് പി എന്താണ്, വി പി എന്താണെന്ന് പറഞ്ഞു. എച്ച് പിയും വി പിയും അതായത് വെർട്ടിക്കൽ പ്ലെയിനിൻ്റെയും ഹൊറിസോണ്ടൽ പ്ലെയിനിനെയും ഇന്റർസെക്ട് ചെയ്താൽ കിട്ടുന്ന ഒരു പോർഷന് പറയുന്ന പേരാണ് ക്വാഡ്രന്റ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? രണ്ടും കൂടി ഇന്റർസെക്ട് ചെയ്യുന്ന, കൂട്ടിമുട്ടുന്ന ആ ലൈനിന് പറയുന്ന പേര് റെഫറൻസ് ലൈൻ എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഏത് ക്വാഡ്രന്റിൽ വരും? ഫസ്റ്റ് ക്വാഡ്രന്റ് വരുന്നു നമ്മളന്ന് പറഞ്ഞു അല്ലേ? ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഫസ്റ്റ് ക്വാഡ്രന്റ്. ഈ ഒബ്ജക്റ്റ് ഇരിക്കുന്ന ഫസ്റ്റ് ക്വാഡ്രന്റ്. അപ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റ് ഇത്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ് ഇത്. ഞാൻ പറഞ്ഞു ഇത് ആന്റി ക്ലോക്ക് വൈസിലാണ് നമ്മൾ മാർക്ക് ചെയ്യാന്ന് പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇനി എന്താണ് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ? ഇനി ഇതിനകത്ത് 3 പ്ലെയിനുകൾ നമ്മൾ പറഞ്ഞു, എച്ച് പി, വി പി ആൻഡ് പി പി. പി പി എന്ന് പറഞ്ഞാൽ പ്രൊഫൈൽ പ്ലെയിൻ അല്ലെങ്കിൽ ഓക്സിലറി വെർട്ടിക്കൽ പ്ലെയിൻ നമ്മൾ പറയും. ഓക്കെ, ഇനി അടുത്തത് നമ്മളിപ്പോൾ ഈ ഒന്നാമത്തെ ഫസ്റ്റ് ക്വാർട്ടറിൽ നമ്മളൊരു ഒബ്ജക്റ്റ് വെച്ചിട്ട് ആ ഒബ്ജക്റ്റിന്റെ 3 വ്യൂസും നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് പറയുക. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് ക്വാർട്ടറിലായിരിക്കണം ഒബ്ജക്റ്റ്. ആ ഒബ്ജക്റ്റിന്റെ 3 വ്യൂസും നമ്മൾ ഇതിൽ വെച്ച് വരയ്ക്കുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഒബ്സർവർ ഇവിടെ വന്നു. ഒബ്സർവർ എന്ന് പറഞ്ഞാൽ എന്താ? ഇത് നോക്കി കാണുന്ന ആള്. ഈ വസ്തുവിനെ നോക്കിയിട്ട് ആ കാണുന്ന പ്രൊജക്ഷൻ എന്താന്ന് നമ്മൾ പറഞ്ഞു. ഒരാൾ ഒരു വസ്തുവിനെ നോക്കുമ്പോൾ ആ കാണുന്നത് എന്താണോ അതൊരു പ്ലെയിൻ സർഫേസിൽ വരയ്ക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് പ്രൊജക്ഷൻ നമ്മൾ പറയുന്നത് അല്ലെ? അപ്പൊ ഈ പ്രൊജക്ഷൻ ഇവിടെ ആള് വന്ന് നോക്കുന്നു. ഈ ആള് ഈ ഒബ്ജക്റ്റിനെ നോക്കുകയാണ്. അപ്പൊ ഏത് കാണും? ഏത് ഭാഗം കാണും? ഇവിടുന്ന് നോക്കുമ്പോൾ ഇതാണ് ഫ്രണ്ട് എന്ന് ഇയാൾ നോക്കുകയാണ്. അപ്പൊ എന്താ കാണുക? ഈ പച്ച കളറുള്ള ഒരു ഭാഗമാണ് കാണുക. ഈ പച്ച കളറുള്ള ഭാഗത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇങ്ങോട്ട് പ്രൊജക്ടേഴ്സ് അല്ലെങ്കിൽ വിഷ്വൽ റേസ് വെച്ച് എവിടേക്ക് പ്രൊജക്ട് ചെയ്യും? വി പിയിലേക്ക് പ്രൊജക്ട് ചെയ്യും. എവിടേക്ക് പ്രൊജക്ട് ചെയ്യും? വി പിയിലേക്ക് പ്രൊജക്ട് ചെയ്യും. വെർട്ടിക്കൽ പ്ലെയിനിലേക്കാണ് പ്രൊജക്ട് ചെയ്യുക അല്ലെ? ഇവിടുന്ന് നോക്കുമ്പോൾ ഈ പച്ച ഭാഗം ഇയാൾ കാണുന്നു. ആ കാണുന്ന ഭാഗത്തിന് നമ്മൾ വി പിയിലേക്ക് പ്രൊജക്ട് ചെയ്യുന്നു. അപ്പൊ അയാൾക്ക് എന്ത് കിട്ടും? അപ്പൊ ഈ എന്താ അയാൾക്ക് കിട്ടുക? ഈ കാണുന്ന ഈ ഫസ്റ്റത്തെ അതായത് ഈ പച്ച കളറുള്ള ഈ ഒരു റെക്റ്റാങ്കിൾ നമുക്ക് എവിടെ കിട്ടും? ഈ വി പിയിൽ കിട്ടും. നോക്കാം നമുക്ക് അല്ലെ? ഈ പച്ച കളറുള്ള ഇയാൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ആ പച്ച കളർ ഉള്ള റെക്റ്റാങ്കിൾ ആണ് ആകെ കാണുക. നമ്മുടെ മുഖത്തിന് നേരെ പിടിച്ചാണ് ഒബ്ജക്റ്റ് നോക്കണമെങ്കിൽ നമുക്ക് ആകെ കാണാൻ പറ്റിയ ആ പച്ച കളറുള്ള ഒബ്ജക്റ്റ് ആണ്. ആ ഒബ്ജക്റ്റിനെ ഞാൻ ഇങ്ങോട്ട് ഒരു പ്രൊജക്ടേഴ്സ് വെച്ചിട്ട് അല്ലെങ്കിൽ വിഷ്വൽ റേസ് വെച്ച് ഞാൻ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് ഈ വി പി എന്നുള്ള പ്ലെയിനിൽ ഞാൻ വരച്ചു. ആ വരച്ചു കിട്ടുന്ന ആ ഫിഗറിന് പറയുന്ന പേരാണ്, അതിന് പറയുന്ന പേരാണ് എന്ത്? ഫ്രണ്ട് വ്യൂ എന്ന് പറയും. ഫ്രണ്ട് വ്യൂവിന് വേറെ പേര് ഞാൻ പറഞ്ഞു, എലിവേഷൻ നമ്മൾ പറയും. എലിവേഷൻ അല്ലെങ്കിൽ ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഈ ഫ്രണ്ട് വ്യൂവിൽ ഒരു വസ്തു ഒരു ഒബ്ജക്റ്റിന്റെ മുൻഭാഗത്തു നിന്ന് ഒരു ആൾ നോക്കുമ്പോൾ അയാൾക്ക് എന്താണോ കാണുന്നത് ആ കാണുന്നതിനെ എങ്ങോട്ട് വരയ്ക്കുന്നു? വി പി എന്നുള്ള വെർട്ടിക്കൽ പ്ലെയിനിലേക്ക് നമ്മൾ വരയ്ക്കുന്നു. ആ കിട്ടുന്നതിന് പറഞ്ഞ പേരാണ് ഫ്രണ്ട് വ്യൂ. അപ്പോൾ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ ഫ്രണ്ട് വ്യൂ ഏത് പ്ലെയിനിലാണ് കിട്ടുക? വെർട്ടിക്കൽ പ്ലെയിനിലാണ് കിട്ടുക. ഏത് പ്ലെയിനിലാണ് കിട്ടുക? വെർട്ടിക്കൽ പ്ലെയിനിൽ. മറന്നു പോരുത്, ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ ഫ്രണ്ട് വ്യൂ ഏതിൽ കിട്ടും? വെർട്ടിക്കൽ പ്ലെയിനിൽ കിട്ടും. ഓക്കെ, വെർട്ടിക്കൽ പ്ലെയിനിൽ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ കിട്ടി. ഇനി നമുക്ക് എന്താ വരയ്ക്കുന്നത്? ടോപ്പ് വ്യൂ വരയ്ക്കണം അല്ലെ? എന്താ ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞാൽ? മുകളിൽ നിന്ന് നോക്കിയാൽ അയാൾക്ക് എന്താണ് കാണാൻ പറ്റുക? അത് എവിടേക്ക് വരയ്ക്കും? അത് നേരെ താഴെയുള്ള ഈ പ്ലെയിനിലേക്ക്, അതായത് എച്ച് പിയിലേക്ക് നമ്മൾ വരയ്ക്കണം അല്ലെ? മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് കാണാൻ പറ്റും? അത് ഞാൻ എന്ത് ചെയ്തു? ആ നോക്കി കിട്ടുന്നത് അയാളുടെ ഇപ്പോൾ ഈ ഒബ്സർവർ എവിടെയാ? ഇവിടെയല്ല, അതിന് പകരം ഒബ്സർവർ മുകളിലാണ്. അപ്പൊ ഈ മുകളിലുള്ള ഒബ്സർവർ ഈ വസ്തുവിനെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഈ റെക്റ്റാങ്കിൾ, അതായത് ഈ യെല്ലോ കളർ കാണിച്ച റെക്റ്റാങ്കിൾ ആണ് ആകെ കാണുക അല്ലെ? നമ്മുടെ മുഖത്തിന് നേരെ നമ്മൾ ഇതിന്റെ മുഖം ഇതിന്റെ നേരെ മുകളിലാണ് പിടിക്കണമെങ്കിൽ ഏതാ കാണുള്ളൂ? ഈ യെല്ലോ കളർ റെക്റ്റാങ്കിൾ. ഇതിന് ഞാൻ എന്ത് ചെയ്തു? പ്രൊജക്ടേഴ്സ് ഉപയോഗിച്ച് അല്ലെങ്കിൽ വിഷ്വൽ റേസ് ഉപയോഗിച്ച് എവിടേക്ക് പ്രൊജക്ട് ചെയ്തു? താഴേക്ക്, നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പ്രൊജക്ട് ചെയ്തു. നമ്മൾ നോക്കുന്നതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക്. അപ്പൊ അത് എവിടെ വരും? എച്ച് പി എന്നുള്ള പ്ലെയിനിൽ നമുക്കത് പ്രൊജക്ട് ചെയ്തു. എച്ച് പി എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ പ്ലെയിനിലേക്ക് നമുക്ക് പ്രൊജക്ട് ചെയ്തിട്ട്. ഇപ്പൊ നോക്കിയേ, ഞാൻ ഈ മുകളിൽ കാണുന്ന ആ ഭാഗത്തിനെ എവിടെ പ്രൊജക്ട് ചെയ്തു? ഈ താഴെ കാണുന്ന ഈ പ്ലെയിനിലേക്ക് പ്രൊജക്ട് ചെയ്തു. ഈ വ്യൂവിന് പറയുന്ന പേരാണ്, ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് വരയ്ക്കുന്ന വ്യൂവിന് പറയുന്ന പേരാണ് ടോപ്പ് വ്യൂ അല്ലെങ്കിൽ
പ്ലാൻ വ്യൂ എന്ന് പറയും. രണ്ട് പേരുണ്ട്, ടോപ്പ് വ്യൂ അല്ലെങ്കിൽ പ്ലാൻ വ്യൂ എന്ന് പറയും. ഫ്രണ്ട് വ്യൂവിന് വേറെ പേരെന്തായിരുന്നു? എലിവേഷൻ എന്ന് പറയും. ഫ്രണ്ട് വ്യൂവിന് ഫ്രണ്ട് വ്യൂ അല്ലെങ്കിൽ എലിവേഷൻ എന്ന് പറയും. അത് ഏത് പ്ലെയിനിലാണ് കിട്ടുക? VP-യിലാണ് കിട്ടുക. ഓക്കെ, അപ്പൊ ടോപ്പ് വ്യൂ ഏതിൽ കിട്ടും? HP-യിൽ കിട്ടും. ടോപ്പ് വ്യൂ നമുക്ക് കിട്ടുന്നത് HP-യിലാണ് കിട്ടുക. ഇനി അടുത്തതാണ് അടുത്ത പ്ലെയിൻ. നമ്മൾ ഇവിടുന്ന് ഈ വസ്തുവിന്റെ ഒബ്ജക്ട്, ഇതാണ് ഒബ്സർവർ നേരത്തെ നമ്മൾ നോക്കിയത്, അതായത് ഈ ഭാഗത്ത് നമ്മൾ നോക്കി. അയാളുടെ ഏത് സൈഡിൽ നോക്കുന്നത്? ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് ഇനി നോക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ, ഇതല്ലേ ഒബ്ജക്റ്റിന്റെ ലെഫ്റ്റ് സൈഡല്ലേ ഇത്? നമ്മൾ നോക്കുമ്പോൾ ഒബ്ജക്റ്റിന്റെ ലെഫ്റ്റ് സൈഡാണ് ഇത്, ഈ നീല കളർ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഈ നീല കളറിന്ന് ഈ ഇവിടുന്ന് അയാൾ നോക്കുമ്പോൾ അയാൾക്ക് ആകെ ഈ നീല കളറിലുള്ള റെക്ടാങ്കിൾ മാത്രമാണ് കിട്ടുക. അത് നമ്മൾ എവിടെ പ്രൊജക്ട് ചെയ്യും? നേരെ ഓപ്പോസിറ്റ് സൈഡിൽ, ഇല്ലേ? നമ്മുടെ പ്രൊഫൈൽ പ്ലെയിൻ എവിടെയുള്ള ഇവിടെയാണുള്ളത്. ഈ പ്രൊഫൈൽ പ്ലെയിനിലേക്ക് നമ്മൾ അതിനെ പ്രൊജക്ട് ചെയ്തു. അപ്പൊ സൈഡ് വ്യൂ ഏതിലേക്ക് പ്രൊജക്ട് ചെയ്യുക? ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ പ്രൊഫൈൽ പ്ലെയിനിലേക്ക് നമ്മൾ പ്രൊജക്ട് ചെയ്യുന്നു. ഓപ്പോസിറ്റ് ഉള്ള, നോക്കുന്നതിന്റെ ഓപ്പോസിറ്റ് ഉള്ള പ്രൊഫൈൽ പ്ലെയിനിലേക്ക് നമ്മൾ പ്രൊജക്ട് ചെയ്യുന്നു. ഏത് വെച്ച് പ്രൊജക്ട് ചെയ്യുന്നു? പ്രൊജക്ടേഴ്സ് വെച്ചിട്ട്, ഈ റെഡ് ലൈൻസ് പ്രൊജക്ടേഴ്സ് വെച്ച് അല്ലെങ്കിൽ വിഷ്വൽ റേസ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ പ്രൊജക്ട് ചെയ്യുന്നു. ക്ലിയർ ആയോ അത്ര എല്ലാവർക്കും? അപ്പൊ 3 വ്യൂസ് നമ്മൾ എടുത്തു. ഫസ്റ്റ് ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞു, ഇനി ടോപ്പ് വ്യൂ പറഞ്ഞു, അല്ലെങ്കിൽ എലിവേഷൻ, പ്ലാൻ അല്ലെങ്കിൽ ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞു. ഫ്രണ്ട് വ്യൂ നമ്മൾ വേറെ പേര് പറഞ്ഞു, എലിവേഷൻ എന്ന് പറഞ്ഞു. ഇനി ഇത് സൈഡ് വ്യൂ, നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വ്യൂ, അല്ലെ? ഈ നോക്കുന്ന ആളുടെ ഇടതുവശമാണിത്. ഇടതുവശത്തുള്ള ആ വ്യൂ ആണ് എവിടെ വരച്ചേക്കുന്നത്? ആ നിൽക്കുന്ന ആളുടെ വലതുവശത്താണ് വരച്ചിരിക്കുന്നത്. നിൽക്കുന്ന ആളുടെ ഇടതുവശത്തുള്ള വ്യൂ എവിടെ വരച്ചിരിക്കുന്നു? വലതുവശത്തേക്ക് പ്രൊജക്ട് ചെയ്തിരുന്നു. പ്രൊഫൈൽ പ്ലെയിനിലേക്ക് നമുക്ക് ആ ഫിഗർ കിട്ടി. ഓക്കെ, അപ്പൊ ഇപ്പൊ ഞാൻ ആ ഒബ്ജക്റ്റ് എടുത്ത് മാറ്റി. നമ്മൾ ആ ഒബ്ജക്റ്റ് അവിടെ ഇല്ല. അതിന് പകരം ഞാൻ ആ പ്ലെയിനുകളിൽ എന്താ ഉള്ളൂ? നമ്മളിപ്പോ വരച്ചിരിക്കുന്ന ആ ഫിഗറുകൾ മാത്രമേ ഉള്ളൂ. 3 ഫിഗറുകളെ. ഇനി നമ്മൾ ആലോചിച്ച് നോക്കും, നമുക്കൊരു പേപ്പറിൽ ഇതേപോലെ വരച്ചെടുക്കാൻ പറ്റുമോ? ഇല്ല, അല്ലെ? പേപ്പറിൽ ഇതേപോലെ വരച്ചുമ്പോൾ ഇങ്ങനെ എൽ ഷേപ്പിലൊക്കെ ഉണ്ടാക്കിയിട്ട് വരയ്ക്കാൻ പറ്റുമോ? ഇല്ല. പേപ്പറിൽ വരയ്ക്കാൻ തന്നെ നമുക്ക് എങ്ങനെ വേണം? പ്ലെയിൻ ആയിട്ട് കിട്ടണം, അല്ലെ? അപ്പൊ അങ്ങനെ പ്ലെയിൻ ആയിട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഈ പ്ലെയിന്റെ പേരെന്താ? ഈ യെല്ലോ കളറിലെ പ്ലെയിന്റെ പേരെന്താ? ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഹൊറിസോണ്ടൽ ആയിട്ട് കിടക്കുന്ന പ്ലെയിൻ. ഹൊറിസോണ്ടൽ പ്ലെയിനെ 90 ഡിഗ്രിയിൽ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യും. എന്താണ്? ഹൊറിസോണ്ടൽ പ്ലെയിനെ 90 ഡിഗ്രിയിൽ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യും. 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നേരെ താഴേക്ക്. ക്ലോക്ക് വൈസ് എങ്ങനെയാ? ഇങ്ങനെ ഇങ്ങോട്ട്, അല്ലെ? നമ്മള് ക്വാഡ്രന്റ് അടയാളപ്പെടുത്തി എങ്ങനെയായിരുന്നു? ആന്റി ക്ലോക്ക് വൈസ് ആയിരുന്നു. മാറിപ്പോരുത് അങ്ങോട്ടും ഇങ്ങോട്ടും. ക്വാഡ്രന്റ് അടയാളപ്പെടുത്തുന്ന ആന്റി ക്ലോക്ക് വൈസ്. HP നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന ഏതിലേക്കാണ്? ക്ലോക്ക് വൈസിലാണ്. HP റൊട്ടേറ്റ്, കാരണം എന്തിനാ? ഒരേ പ്ലെയിനിൽ കിട്ടാൻ വേണ്ടിയിട്ട്, ഒരേ പേപ്പറിൽ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ HP നമ്മൾ എന്ത് ചെയ്യുന്നു? ഹൊറിസോണ്ടൽ. HP മാത്രം, VP നമ്മൾ ഒന്നും ചെയ്യില്ല. VP ഒരു ക്വാഡ്രന്റിൽ നമ്മൾ ഒന്നും ചെയ്യില്ല. HP മാത്രം 90 ഡിഗ്രിയിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പൊ എന്ത് കിട്ടും? ഇതിനെ നേരെ താഴേക്ക് വരും. അപ്പൊ ഏതിന് പാരലായി വരും? ഏതിന് പാരലായിട്ട് വരും? ഈ VPക്ക് പാരലായിട്ട് വരും. മനസ്സിലാവുന്നുണ്ടോ? VPക്ക് പാരലായിട്ട് വരും. ഓക്കെ, അതേപോലെ ഇവിടെ ഒരു പ്രൊഫൈൽ പ്ലെയിൻ ഉണ്ട്, അല്ലെ? സൈഡിലിരിക്കുന്ന ഒരു പ്രൊഫൈൽ പ്ലെയിൻ. ഇതിന് എന്ത് ചെയ്യും? ലെഫ്റ്റ് സൈഡിലേക്ക് അങ്ങോട്ട് എന്ത് ചെയ്യും? തുറക്കും. എത്ര? 90 ഡിഗ്രിയിൽ തുറന്നു വയ്ക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്കൊരു പ്ലെയിൻ കിട്ടി. നമുക്ക് ഈ ഒരു ഷേപ്പിൽ നിന്ന് നമുക്ക് എന്താ? ഒരു പ്ലെയിൻ ഷേപ്പായി മാറി, സർഫസ് ആയിട്ട് മാറി. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ കണ്ടോ? ഈ രീതിയിൽ ഇത് 90 ഡിഗ്രിയിൽ ഇങ്ങോട്ട് തുറക്കും. അതുപോലെ തന്നെ 90 ഡിഗ്രിയിൽ ക്ലോക്ക് വൈസിൽ ഏതാണ്? HP. ഇത് ഇങ്ങോട്ടോ? ഇതോ ലെഫ്റ്റ് സൈഡ് വ്യൂ അങ്ങോട്ട് തുറക്കും. അങ്ങോട്ട് തുറക്കുന്ന എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രിയിൽ. അപ്പൊ ഇതെല്ലാം ഒരൊറ്റ പ്ലെയിൻ ആയ ഫിഗർ ആയിട്ട് നമുക്ക് ഫീൽ വരും. അപ്പൊ HP ക്ലോക്ക് വൈസ് ആണ് റൊട്ടേറ്റ് ചെയ്യുക. അത് മറന്നു പോരുത്. HP റൊട്ടേറ്റ് ചെയ്യുന്നത് ഏത് ക്വാഡ്രന്റ് എടുത്ത് നോക്കിയാലും, ഇനി അങ്ങോട്ടുള്ള ഏത് ക്വാഡ്രന്റുകൾ വന്നാലും, ഫസ്റ്റ് ക്വാഡ്രന്റിൽ മാത്രമല്ല, ഏത് ക്വാഡ്രന്റ് വന്നാലും HP റൊട്ടേറ്റ് ചെയ്യുന്നത് എപ്പോഴും ക്ലോക്ക് വൈസ്. അതേസമയം നമുക്ക് ക്വാഡ്രന്റ് മാർക്ക് ചെയ്യാൻ വേണ്ടി റൊട്ടേറ്റ് ചെയ്യിക്കുന്ന ഏത് രീതിയിലാണ്? ആന്റി ക്ലോക്ക് വൈസ് ആണ്. മറന്നുപോയത്, ക്വാഡ്രന്റ് നമ്മൾ ആദ്യം പറഞ്ഞു, ക്വാഡ്രന്റ് 1, 2, 3, 4 എന്നുള്ളത് എങ്ങനെയാണ്? ആന്റി ക്ലോക്ക് വൈസിലാണ്. അതേസമയം ഒരേ പ്ലെയിൻ ആക്കാൻ വേണ്ടി HP നമ്മൾ റൊട്ടേറ്റ് ചെയ്യേണ്ടത് ഏത് രീതിയിലാണ്? ക്ലോക്ക് വൈസിലാണ്. രണ്ടും ഓപ്പോസിറ്റ് രീതിയിലാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ എന്താണ് ഈ ഫ്രണ്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന ഫ്രണ്ട് വ്യൂ? എന്താണ്? LHS വി എന്താണ്? TV എന്താണെന്നൊക്കെ നമുക്കൊന്ന് ഷോർട്ട് ഫോം എന്താന്ന് നോക്കാം. ഫ്രണ്ട് വ്യൂ FE എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് വ്യൂ നമ്മൾ പറഞ്ഞ ഷോർട്ട് ആണ് FE, ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. ഇനി TV എന്ന് പറഞ്ഞാൽ ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞാൽ TV, ടോപ്പ് വ്യൂ. അതിനാണ് ടോപ്പ് വ്യൂ. LHS V എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വ്യൂ ആണ്. നമ്മൾ ഇവിടുന്ന് ഇടത് സൈഡിൽ നിന്ന് നോക്കിയത്, ഒബ്ജക്റ്റിന്റെ ഇടത് സൈഡിൽ നിന്ന് നോക്കിയത് എവിടെ വരച്ചു? വലത് സൈഡിൽ വരച്ചു. ഇടത് സൈഡിൽ നിന്ന് നോക്കിയത് വലത് സൈഡിൽ വരയ്ക്കൂ. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ഒന്നാമത്തെ എയിമാണ് ഏതെന്ന് പറയുന്നത്? ഇടത് സൈഡിൽ നോക്കുന്ന ആ സൈഡ് വ്യൂ നമ്മൾ വരയ്ക്കേണ്ടത് വലത് സൈഡിലാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, ഇനി HP എന്ന് പറഞ്ഞ ഹൊറിസോണ്ടൽ പ്ലെയിൻ, VP എന്ന് പറഞ്ഞ വെർട്ടിക്കൽ പ്ലെയിൻ, PP എന്ന് പറഞ്ഞ പ്രൊഫൈൽ പ്ലെയിൻ അല്ലെങ്കിൽ ഓക്സിലറി വെർട്ടിക്കൽ പ്ലെയിൻ. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ സാധനമാണത്. ഓക്കെ, അപ്പോ ഞാൻ അങ്ങനെ നിവർത്തി കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ ഒരു വ്യൂ കിട്ടും? ഒരു FE ഇവിടെ കിട്ടും, മുകളിൽ കിട്ടും. അപ്പൊ ഈ ലൈൻ ഏതായിരുന്നു? ഈ ലൈൻ, ഈ രണ്ടും കൂടി ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു ലൈൻ ഉണ്ടായിരുന്നില്ലേ? രണ്ട് പ്ലെയിനും തമ്മിൽ ഇന്റർസെക്ട്. ഇത് ഏത് പ്ലെയിൻ ആയിരുന്നു?
വെർട്ടിക്കൽ പ്ലെയിൻ. ഇത് ഏത് പ്ലെയിൻ ആയിരുന്നു? ഹൊറിസോണ്ടൽ പ്ലെയിന് ഞാൻ ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്താണ്, ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്തപ്പോഴാണ് ഇത് രണ്ടും ഒരേ ലെവലിൽ വന്നത്. അപ്പൊ ഇതിന്റെ ഇടയ്ക്കുള്ള ഒരു വര ഉണ്ടായിരുന്നല്ലോ, ഈ വരയ്ക്ക് ഒരു പേര് ഞാൻ പറഞ്ഞിരുന്നു, എന്തായിരുന്നത്? റെഫറൻസ് പ്ലെയിൻ, റെഫറൻസ് ലൈൻ. റെഫറൻസ് ലൈനിന് അതിന് എന്ത് രീതിയിലാണ് ഡിനോട്ട് ചെയ്യാന്ന് നമ്മൾ പറഞ്ഞേ? എക്സ് വൈ എന്ന രീതിയിലാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക അല്ലെ? ഏതാണ്? എക്സ് വൈ എന്നുള്ള രീതിയിലാണ് ഡിനോട്ട് ചെയ്യുക. അപ്പൊ എക്സ് വൈ ലൈനിന്റെ മുകളിലാണോ താഴെയാണോ ഇനി? അതാണ് നമ്മൾ ഇനി നോക്കേണ്ടത്. അപ്പൊ എക്സ് വൈ ലൈനിന്റെ മുകളിൽ എന്ത് കിട്ടി? ഫ്രണ്ട് വ്യൂ കിട്ടി. എക്സ് വൈ ലൈനിന്റെ താഴെയോ? ടോപ്പ് വ്യൂ കിട്ടി. അതിന്റെ റൈറ്റ് സൈഡിൽ ഏത് കിട്ടി? ലെഫ്റ്റ് സൈഡ് വ്യൂ കിട്ടി. റൈറ്റ് സൈഡില് ഫ്രണ്ട് വ്യൂയുടെ റൈറ്റ് സൈഡില് ഫ്രണ്ട് വ്യൂവിന്റെ വലത് സൈഡിൽ ഏത് കിട്ടി? ലെഫ്റ്റ് സൈഡ് വ്യൂ കിട്ടി. അത് ശരിക്കും ഓപ്പോസിറ്റ് ആയിട്ട്, അതായത് വലത് സൈഡിൽ ഏത് വ്യൂ ആയിട്ട്? ലെഫ്റ്റ് സൈഡിലുള്ള വ്യൂ ആണ്, അല്ലെങ്കിൽ ഇടത് സൈഡിലുള്ള വ്യൂ ആണ് വലത് സൈഡിലേക്ക് നമ്മൾ വരയ്ക്കുക. ക്ലിയർ ആയോ? ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ ഇടത് സൈഡിലെ വ്യൂ വലത് സൈഡിലാണ് വരയ്ക്കുക. ഫ്രണ്ട് വ്യൂ എപ്പോഴും ടോപ്പിൽ വരയ്ക്കും. പിന്നെ ടോപ്പ് വ്യൂ എന്ത് ചെയ്യും? അടിയിൽ വരയ്ക്കും, താഴെ വരയ്ക്കും. എക്സ് വൈ ലൈനിന്റെ താഴെ വരയ്ക്കും. ഇനി നമ്മൾ ഫിഗർ വരയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് ഇതേപോലെ പ്ലെയിൻ ഒന്നും വരച്ചു വെക്കില്ല. എന്ത് മാത്രമേ വരയ്ക്കുള്ളൂ? ഇവിടുത്തെ എക്സ് വൈ ലൈൻ മാത്രമേ വരയ്ക്കുള്ളൂ. ബാക്കി ആ പ്ലെയിൻ അവിടെ ഉണ്ടെന്ന് നമ്മൾ ഇമാജിൻ ചെയ്യും. ആ പ്ലെയിൻ അവിടെ ഉണ്ടെന്നുള്ള ഇമാജിൻ ചെയ്യും. അതിന് പകരമായിട്ട് ഇവിടെ ഈ എക്സ് ലൈൻ മാത്രം വരയ്ക്കും. അപ്പോൾ അതിനകത്ത് ഫ്രണ്ട് വ്യൂ അല്ലെങ്കിൽ എലിവേഷൻ നമ്മൾ ഏതിലൂടെ വരയ്ക്കും? മുകളിൽ വരയ്ക്കും. ഇനി ടോപ്പ് വ്യൂ അല്ലെങ്കിൽ പ്ലാൻ വ്യൂ എവിടെ നമ്മൾ വരയ്ക്കും? ഈ എക്സ് വൈ ലൈനിന്റെ താഴെ വരയ്ക്കും. ഇനി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വ്യൂ എവിടെ വരയ്ക്കും? ഫ്രണ്ട് വ്യൂവിന്റെ റൈറ്റ് സൈഡിൽ വരയ്ക്കും. അപ്പൊ ഞാൻ ഇവിടുന്ന് റൈറ്റ് ഹാൻഡ് സൈഡ് വ്യൂ ആണ് നോക്കണമെന്ന് വിചാരിച്ചു. അപ്പൊ ഇതെവിടെ വരയ്ക്കണം? ഫ്രണ്ട് വ്യൂവിന്റെ ലെഫ്റ്റ് സൈഡിൽ, ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മൾ വരയ്ക്കേണ്ടത്. ഏത് വ്യൂ ആണോ നോക്കുന്നത് ആ വ്യൂവിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഏത് വരയ്ക്കേണ്ടത്? ഈ സൈഡ് വ്യൂകൾ നമ്മൾ വരയ്ക്കേണ്ടത്. ഏതില്? ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ. ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ ഇനി ഒന്നും കൂടി നമ്മൾ നോക്കാനുണ്ട്. നമുക്ക് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ മെത്തേഡിൽ നമ്മൾ ആദ്യം പറഞ്ഞു ഏതാണ്? നമ്മൾ എവിടെയാ ഒരാൾ ഇരുന്നത്? ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഇരുന്നു, ഒരാൾ ഇവിടെ ഇരുന്നു, അതിനുശേഷം ഇവിടെയാണ് നമ്മുടെ പ്ലെയിൻ വന്നത്. അപ്പൊ എങ്ങനെയാ വന്നത്? ഒബ്സർവർ, ഒബ്ജക്റ്റ്, പ്ലെയിൻ, ഈ രീതിയിലാണ് ഏത് വരിക? ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ വരിക. നിങ്ങൾക്ക് മനസ്സിലായി എന്താന്നുള്ളത്? നമ്മൾ ഫസ്റ്റ് ഫിഗറിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തായി? ഇവിടെ നോക്കിയാ ഒബ്സർവർ, ഒബ്ജക്റ്റ്, പ്ലെയിൻ, ഒബ്സർവർ, ഒബ്ജക്റ്റ്, പ്ലെയിൻ. ഈ മെത്തേഡ് ഈ രീതിയിൽ വരുന്നത് ഏതാണ്? ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആണ് ഈ രീതിയിൽ വരിക. ഒബ്സർവർ, ഒബ്ജക്റ്റ്, പ്ലെയിൻ. ക്ലിയർ ആയോ എല്ലാവർക്കും? ഒബ്സർവർ, ഒബ്ജക്റ്റ്, പ്ലെയിൻ. ഈ രീതിയിൽ നമുക്ക് ഒരു ഫിഗർ കിട്ടുന്നത് ഏത് പ്രൊജക്ഷൻ മെത്തേഡിലാണ്? ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ മെത്തേഡിലാണ്. ഓക്കെ. ഇനി ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ മെത്തേഡ് എവിടേക്കാണ് യൂസ് ചെയ്യുന്നത്? ഇന്ത്യയിൽ യൂസ് ചെയ്യുന്നത്. നമ്മൾ BAS പ്രകാരം നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ്? BAS പ്രകാരം നമ്മൾ യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ. അതുപോലെ യൂറോപ്യൻ കൺട്രീസിലും റഷ്യയിലൊക്കെ ഏതാണ് യൂസ് ചെയ്യുന്നത്? ഈ രീതിയിലുള്ള ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ഈ മെത്തേഡ് അല്ല യൂസ് ചെയ്യുന്നത്. ഇന്ത്യയിലും യൂറോപ്യൻ കൺട്രീസിലും അതുപോലെ തന്നെ റഷ്യ പോലുള്ള രാജ്യങ്ങളിലൊക്കെ ഏതാണ് യൂസ് ചെയ്യുന്നത്? ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അതേസമയം UK ഒക്കെ, ഇംഗ്ലണ്ട് പോലുള്ള രാജ്യങ്ങളിൽ ഏത് ഉപയോഗിക്കുന്നുണ്ട്? ഫസ്റ്റ് ആംഗിൾ ഉപയോഗിക്കുന്നുണ്ട്, അവർ തേർഡ് ആംഗിൾ ഉപയോഗിക്കുന്നുണ്ട്. രണ്ട് രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇനി അടുത്ത് നമുക്ക് എന്താണ് തേർഡ് ആംഗിൾ എന്നൊക്കെ നമുക്ക് പഠിക്കാം. അപ്പൊ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ നമുക്ക് ഡ്രോയിങ്ങിൽ കാണിക്കാൻ ഒരു സിമ്പിൾ ഉണ്ട്. ഇതാണ് ആ സിമ്പിൾ. എങ്ങനെയാണ് ഈ സിമ്പിൾ കിട്ടിയെന്ന് നോക്കാം. ഇതേത് പ്ലെയിൻ ആയിരുന്നു? വെർട്ടിക്കൽ പ്ലെയിൻ അല്ലേ? വെർട്ടിക്കലായിട്ട് നിൽക്കണേ. ഇതേതായിരുന്നു? PP, പ്രൊഫൈൽ പ്ലെയിൻ. നമ്മളിവിടെ ഹൊറിസോണ്ടൽ പ്ലെയിൻ വരച്ചിട്ടില്ല. കാരണം എന്താ? ഈ ഒരു ഫാൽക്രത്തിന്റെ ഈ ഒരു ഫിഗറിന്റെ നമുക്ക് ഒരു സൈഡ് വ്യൂ നോക്കി കഴിഞ്ഞാൽ, സൈഡ് വ്യൂ അല്ലെങ്കിൽ ടോപ്പ് വ്യൂ നോക്കി കഴിഞ്ഞാൽ സെയിം ആയിരിക്കും അല്ലെ? ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും സെയിം ആയിരിക്കും. ഇതേപോലെ തന്നെ ആയിരിക്കും നമുക്ക് കാണുക അല്ലെ? ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാലും മുകളിൽ നോക്കി ഒരേപോലെ അല്ലേ കാണുക. അതുകൊണ്ടാണ് ഇതിന്റെ ഹൊറിസോണ്ടൽ പ്ലെയിൻ വരയ്ക്കാത്തത്. ഓക്കെ. അപ്പൊ ഇതിന്റെ ഫ്രണ്ട് വ്യൂ നമ്മൾ ഇവിടെ വരച്ചു. ഇതിനുവേണ്ടി ഈ സൈഡ് നോക്കിയാൽ ലെഫ്റ്റ് സൈഡ് വ്യൂ എവിടെ വരയ്ക്കും? റൈറ്റ് സൈഡിലാണ് വരയ്ക്കണേ അല്ലെ? റൈറ്റ് സൈഡിൽ വരച്ചു. അപ്പോൾ ഇവിടെ ഈ ചെറിയ വൃത്തം നമ്മൾ ഇവിടെ കണ്ടു. ഇനി ഇതിന്റെ വൃത്തം നമ്മൾ എവിടെ കണ്ടു? അതിന്റെ ഔട്ടർ സൈഡിൽ കണ്ടു. അപ്പൊ ഇതിനെ എന്ത് ചെയ്യണം? ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്ലെയിൻ ആക്കണേ എന്ത് ചെയ്യണം? ഇതിനെ ഇങ്ങോട്ട് നിവർത്തണം അല്ലെ? 90 ഡിഗ്രി ആയിരിക്കും ഇങ്ങോട്ട് നിവർത്തണം. അപ്പൊ നിവർത്തുമ്പോൾ എന്തെങ്കിലും ഈ ഒരു ഫിഗറും അതിന്റെ ലെഫ്റ്റ് സൈഡ് വ്യൂ റൈറ്റ് സൈഡിൽ നമുക്ക് കിട്ടും. ഇതാണ് ഏതിന്റെ സിമ്പിൾ എന്ന് പറയുന്നത്? ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷന്റെ സിമ്പിൾ എന്ന് പറയുന്നത്. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ. അപ്പൊ നിങ്ങൾ ഡ്രോയിങ് ഷീറ്റിലേക്ക് നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് ഒരു ഡ്രോയിങ് ഷീറ്റിന്റെ അടിയിൽ നമ്മൾ ടൈറ്റിൽ ബ്ലോക്ക് എന്ന് പറഞ്ഞ ഭാഗമുണ്ട്. ടൈറ്റിൽ ബ്ലോക്കിന്റെ അവിടെ ഇങ്ങനെ ചിത്രം കണ്ട, ഇങ്ങനെ ഒരു ഫിഗർ കണ്ട, അതിന്റെ അർത്ഥം എന്താണ്? ആ വരച്ചിരിക്കുന്ന മെത്തേഡ് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിലാണ് വരച്ചിരിക്കുന്നത് മനസ്സിലാക്കാം. ആ വരച്ചിരിക്കുന്ന മെത്തേഡ് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിലാണ് വരച്ചിരിക്കുന്നത് മനസ്സിലാക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനെ കുറിച്ച്. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഞാൻ പറഞ്ഞു. അതിന്റെ ഫ്രണ്ട് വ്യൂ വരുന്നത് HP എന്നുള്ള പ്ലെയിനിലും, ഫ്രണ്ട് വ്യൂ വരുന്നത് VP എന്നുള്ള പ്ലെയിനിലും,
ടോപ്പ് വ്യൂ വരുന്നത് HP എന്നുള്ള പ്ലെയിനിലും ആയിരിക്കും. ഫ്രണ്ട് വ്യൂ വരുന്നത് VP എന്നുള്ള പ്ലെയിനിലും, ടോപ്പ് വ്യൂ വരുന്നത് HP ഹൊറിസോണ്ടൽ പ്ലെയിനിലും ആയിരിക്കും വരുന്നത്. ഇനി അതിന്റെ ലെഫ്റ്റ് സൈഡ് വ്യൂ വരുന്നത് റൈറ്റ് സൈഡിലും, റൈറ്റ് സൈഡ് വ്യൂ നമ്മൾ വരയ്ക്കുന്നത് ലെഫ്റ്റ് സൈഡിലായിരിക്കും. ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും നമ്മൾ സൈഡ് വ്യൂകൾ നമ്മൾ വരയ്ക്കുക. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ. ഏത് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിലെ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ എവിടെയായിരിക്കും ഒബ്ജക്റ്റ് ഇരിക്കുന്നത്? ഫസ്റ്റ് ക്വാഡ്രന്റിലായിരിക്കും ഒബ്ജക്റ്റ്. അപ്പൊ നമ്മൾ ഒബ്ജക്റ്റിനെ എങ്ങനെ പറയും? നമ്മൾ ഇൻ ഫ്രണ്ട് ഓഫ് VP എബോവ് HP എന്ന് പറയാം. ഇൻ ഫ്രണ്ട് ഓഫ് VP എബോവ് HP നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഏതായിരിക്കും, എവിടെയായിരിക്കും ഉണ്ടാവുക? അത് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ ചെയ്യാനുള്ള മെത്തേഡ് ഒബ്ജക്റ്റ് ആയിരിക്കും. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിലായിരിക്കും അതിന്റെ ഫിഗർ നമ്മൾ വരയ്ക്കേണ്ടത്. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ സിമ്പിൾ നമ്മൾ പറഞ്ഞു. ഇനി അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും വീഡിയോ 1 or 2 പ്രാവശ്യം കാണുക. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് സ്പീഡ് കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ പ്ലേ ബാക്കിൽ നിങ്ങളുടെ സെറ്റിംഗ്സിൽ പോവുക. അതായത് നമ്മുടെ യൂട്യൂബിന്റെ വീഡിയോ പ്ലേ ബാക്കിന്റെ സെറ്റിംഗ്സിൽ പോവുക. ആ സെറ്റിംഗ്സിൽ നിങ്ങൾക്ക് വീഡിയോയുടെ സ്പീഡ് കുറയ്ക്കാൻ പറ്റും. നോർമലായിരിക്കും കിടക്കുന്നുണ്ടാവുക. ആ നോർമൽ എന്നുള്ളത് ഒരു 0.75 അല്ലെങ്കിൽ 0.5 ആക്കി കുറച്ച് കഴിഞ്ഞാൽ വീഡിയോയുടെ സ്പീഡ് നന്നായിട്ട് കുറയും. ഇനി അതല്ല 1-2-3 വർഷം കണ്ടു ഒന്ന് പെട്ടെന്ന് ഓടിച്ചു നോക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ എന്ത് ചെയ്യുക? വീഡിയോയുടെ സ്പീഡ് ഒന്ന് കൂട്ടാൻ പറ്റും. 1.5 അല്ലെങ്കിൽ 1.25 നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ വീഡിയോയുടെ സ്പീഡ് കൂടും. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ വീഡിയോ ഇത് ഞാൻ പറയുന്നത് സ്പീഡിൽ പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുള്ള പ്രശ്നം വരുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യുക. അപ്പൊ നിങ്ങളുടെ ഈ ഒരു റെക്കോർഡിങ്ങിന് ഒരു ലിമിറ്റഡ് ടൈം വേണ്ടതുകൊണ്ടാണ് ഇത്രയും സ്പീഡിൽ പറയുന്നത്. അപ്പൊ എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളൊക്കെ നിങ്ങൾ വിളിക്കുക, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. അപ്പൊ എല്ലാവർക്കും കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ നന്നായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സേഫ് ആയിട്ടിരിക്കുക. താങ്ക് യു.